ഈ വീഡിയോയിൽ പറയാനായി പോകുന്നത് ഒരു പ്രത്യേകതരം ട്രൂ ക്രൈം കേസാണ്. അതായത് ഈ വീഡിയോ തുടർന്ന് അങ്ങോട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയം തോന്നും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്തിട്ടുണ്ടാവാം. സോ ഈ വീഡിയോ അവസാനം വരെ കാണണം. ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ പൊതുവേ ഇങ്ങനെ മുഴുവനായിട്ടും നിങ്ങൾ കാണണമെന്ന് പല വീഡിയോസിലും പറയാറില്ല, വളരെ റെയർ ആയിട്ട് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ ഈ വീഡിയോയുടെ കണ്ടന്റ് അങ്ങനെയാണ്. നിങ്ങൾ നിർബന്ധമായും മുഴുവനായും കണ്ടിരിക്കണം. ഒരുപക്ഷെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. US-ലെ ഇഡഹോ എന്ന പേരുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിലാണ് മോയിസി എന്ന പേരുള്ള നല്ല ഭംഗിയുള്ള ഒരു നാടുള്ളത്. ഈ നാട്ടിലാണ് മെഖേല എന്ന പേരുള്ള 35 വയസ്സുകാരി ജീവിച്ചു വരുന്നത്. മെഖേല ഒരു സലൂണിലാണ് ജോലി ചെയ്യുന്നത്, ഹെയർ കട്ടറായിട്ട്. മെഖേലയ്ക്ക് 2 മക്കളുണ്ട്. ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയുടെ വീട്ടിലാണ് മെഖേല 2 മക്കളെയും കൂട്ടിയിട്ട് ജീവിച്ചു വരുന്നത്. ഈ സമയത്താണ് മെഖേല ട്രാവിസ് എന്ന പേരുള്ള ഒരാളെ പരിചയപ്പെടുന്നത്. പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ നല്ല സുഹൃത്തുക്കളാണ്. അത് മാത്രമല്ലാതെ ജീവിതത്തിലേക്ക് ഇയാളെ ക്ഷണിച്ചാലോ എന്നൊരു തോന്നൽ മെഖേലയ്ക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും ഇതുപോലൊരു തോന്നൽ ഒരു വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് വരികയാണെങ്കിൽ അവരുടെ മക്കളെ നല്ല രീതിയിൽ ഈ രണ്ടാമതായിട്ട് വരുന്ന വ്യക്തി നോക്കുമോ എന്ന് ഇവർ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇയാൾക്ക് ഈ 2 മക്കളെയും നല്ല രീതിയിൽ നോക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ തന്നെയും സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് മെഖേലയ്ക്ക് അറിയാമായിരുന്നു. മെഖേല നോക്കുന്ന സമയത്ത് ട്രാവിസ് ആ 2 മക്കളെയും പൊന്നു പോലെയാണ് നോക്കുന്നത്, സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാവിസിന്റെ പേരിൽ ഒരു വിശ്വാസം മെഖേലയ്ക്ക് വരികയാണ്. ഈ വിശ്വാസത്തിന്റെ പുറത്ത് മെഖേല ട്രാവിസിനെ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷമുള്ള ഇവരുടെ ജീവിതവും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവരവരുടെ ജോലി ചെയ്ത് സാമ്പത്തികമായിട്ടും യാതൊരു കുഴപ്പവുമില്ലാതെ കുടുംബപരമായിട്ടും വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു മുന്നോട്ട് പോകുക. സാഹചര്യം ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2013 മെഖേല ഒരു തീരുമാനം എടുക്കുകയാണ്. തനിക്ക് കുറച്ച് തടി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ജിമ്മിൽ പോയി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ നേരത്തെ ജിമ്മിലേക്ക് പോയിട്ട് അതിനുശേഷം സലൂണിൽ ജോലിക്ക് പോകാം എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അധികം വൈകാതെ ജിമ്മിലേക്ക് പോയി തുടങ്ങുകയാണ്. ജിമ്മിലേക്ക് പോവുക എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ജിമ്മിൽ വെച്ച് മഖേലയോട് ഒരാൾ സംസാരിക്കാനായിട്ട് വരികയാണ്. ക്രിസ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു ട്രക്ക് ഡ്രൈവറാണ്. അയാൾ മഖേലയോട് വളരെ അടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവരെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയാണ്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് എടുക്കുന്നുണ്ടല്ലോ, ഇത് പെട്ടെന്നൊന്നും സ്ത്രീകൾക്ക് കഴിയില്ല എന്ന രീതിയിൽ ഒരു അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ക്രിസ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മഖേല കേൾക്കുന്നുണ്ട് എങ്കിലും ഓക്കെ താങ്ക് യു തുടങ്ങിയ ചെറിയ ചെറിയ മറുപടികൾ കൊടുത്തിട്ട് അയാളെ അകറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അയാൾ വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ട് അടുക്കുകയാണ്. അങ്ങനെ ആ ജിമ്മിൽ നിന്നും പോകാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ക്രിസ് വീണ്ടും മഖേലയെ വിളിക്കുകയാണ്. മഖേല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നിങ്ങളുടെ നമ്പർ ഒന്ന് എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മഖേല പറഞ്ഞു, എനിക്ക് 2 കുട്ടികളുണ്ട്, എനിക്കൊരു ഭർത്താവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് മഖേല മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സലൂൺ ഇന്ന ഭാഗത്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടേക്ക് വന്ന് ഹെയർ കട്ട് ചെയ്യാം എന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് മഖേല ആ ഒരു ജിമ്മിൽ നിന്നും ഇറങ്ങി പോകുന്നു. ഇവിടെ മഖേല അസാധാരണമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. തന്നോട് അടുപ്പം കാണിക്കാനായിട്ട് വന്നൊരു വ്യക്തിക്ക് തൻ്റെ കട പറഞ്ഞു കൊടുത്തു, അവിടേക്ക് വന്നാൽ ഹെയർ കട്ട് ചെയ്യാം എന്നൊരു കാര്യം പറഞ്ഞു. ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ഇതിനുശേഷം അവർ അനുഭവിക്കാൻ പോകുന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു. ഒരു ദിവസം മഖേല തൻ്റെ സലൂണിൽ വളരെ ബിസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഏകദേശം രാവിലെ 11 മണിയായിട്ടുണ്ടാവും. പെട്ടെന്ന് ആ ഒരു സലൂണിൻ്റെ ഡോർ തുറന്ന് ഒരാൾ ഉള്ളിലേക്ക് വരികയാണ്. ക്രിസ് ആണ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. വന്നപാടെ ക്രിസ് മഖേലയെ നോക്കിയിട്ട് ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ മഖേലയ്ക്ക് സത്യത്തിൽ പെട്ടെന്ന് മനസ്സിലായില്ല. ഇയാളോട് ഒരു തവണ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. കുറച്ച് ദിവസങ്ങൾ കഴിയുകയും ചെയ്തു. ആരാണെന്നുള്ള കാര്യം മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഹായ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ചിരിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ മറന്നൂലേ, നമ്മൾ തമ്മിൽ ജിമ്മിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മഖേലയ്ക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനിതൊന്ന് ഫ്രീ ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ഒരു വർക്ക് തീർത്ത ശേഷം ക്രിസിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ക്രിസ് പറഞ്ഞു, എനിക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്ത് തന്നാൽ മാത്രം മതി എന്ന് പറയാണ്. ഓക്കെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് മഖേല ഹെയർ കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഹെയർ കട്ട് ജോലി ചെയ്യുന്ന ആളുകൾ വളരെ സാധാരണയായിട്ട് മുടി വെട്ടാനായിട്ട് വരുന്ന ആളുകളോട് കൂടുതലായിട്ട് സംസാരിക്കും. അവരുടെ വിശേഷങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോരോ അഭിപ്രായങ്ങൾ ചോദിക്കും. അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ബോർ അടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും അങ്ങനെ സംസാരിക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് മഖേല തൻ്റെ കസ്റ്റമേഴ്സിനോട് അവർക്ക് ബോർ അടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ ക്രിസിനോടും സംസാരിക്കുകയാണ്. നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, അതുപോലെ തന്നെ താൻ എന്താണ് ചെയ്യുന്നത്, തൻ്റെ രീതികൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. സോ അധികം വൈകാതെ ഹെയർ കട്ട് കംപ്ലീറ്റ് ആവുകയാണ്. ക്രിസ് അവിടെ നിന്നും എഴുന്നേറ്റിട്ട് പേയ്മെന്റ് കൊടുത്ത ശേഷം പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുന്ന ആ ഒരു സമയത്ത് ക്രിസ് മഖേലയോട് പറഞ്ഞു, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി, നിങ്ങളോട് സംസാരിക്കാൻ നല്ല രസമുണ്ട്, എന്തായാലും ഇനി ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് തന്നെ വരാം എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ് ആ സലൂണിൽ നിന്നും ഇറങ്ങി പോകുന്നത്. ക്രിസ് ഒരു ട്രക്ക് ഡ്രൈവറാണ് എന്ന് പറഞ്ഞില്ലേ, 1 മാസം മറ്റൊരു നാട്ടിൽ
പോയിട്ട് ട്രക്ക് ഓടിക്കും. അതിനുശേഷം 10 ദിവസം ലീവിനായിട്ട് ഈ നാട്ടിലേക്ക് വരും. ഇതാണ് അയാളുടെ ഒരു രീതി. അങ്ങനെ ഈ നാട്ടിലേക്ക് വരുന്ന സമയത്തെല്ലാം തന്നെ ഈ സലൂണിലേക്ക് വരികയാണ്, ഇവരെ കണ്ട് സംസാരിക്കുകയാണ്, ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയാണ്. ഇതുപോലുള്ള കേസുകൾ മുമ്പ് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തെറ്റായ ഒരു ബന്ധത്തിലേക്ക് പോവാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് നോക്കി കാണുന്നത്. മഖേലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ക്രിസിന് തന്റെ മേൽ അധികം അധികാരം കൊടുക്കാതെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. 2013 ഞാൻ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. എന്നാൽ 2014 മിഡിൽ ആവുന്ന ഒരു സമയത്ത് മഖേലയും ഭർത്താവും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവിഹിതം എന്നുള്ളൊരു കാര്യമല്ല കേട്ടോ, അത് വേറൊരു രീതിയിലേക്ക് എത്തുകയാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. പക്ഷേ ആ ഒരു പ്രശ്നങ്ങൾ വളർന്ന് വലുതായിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാത്ത ഒരു അവസ്ഥയായി. മഖേലയ്ക്കും ഭർത്താവായിട്ടുള്ള ട്രാവിസിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ട്രാവിസ് എന്ന പേരുള്ള ഈ ഭർത്താവില്ലേ, അയാൾ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ. വളരെ സാധാരണ മനുഷ്യൻ തന്നെയാണ്. എല്ലാവർക്കിടയിലും ഉണ്ടാവാറുള്ള എന്താ പറയുക, ഈഗോ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവർ തമ്മിലുള്ളത്. നീ പറഞ്ഞ കാര്യങ്ങളാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാത്രമാണ് ശരി എന്ന് പറയുന്ന ചില പ്രശ്നങ്ങളാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ മഖേലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ സമയത്ത് തനിക്ക് ഈ ഭർത്താവിന്റെ കൂടെ ജീവിച്ച് മതിയായി എന്നൊരു തീരുമാനത്തിലാണ് അവരെത്തുന്നത്. സത്യത്തിൽ ഇത് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ സമയത്ത് ട്രാവിസ് ഞെട്ടിപ്പോയി. നീ എന്താണ് ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ഡിവോഴ്സ് എന്ന പേരുള്ള വലിയ തീരുമാനമൊന്നും നീ എടുക്കരുത്, നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന് പറയാണ്. എന്നാൽ മഖേല അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും നമ്മൾ തമ്മിൽ വീണ്ടും വഴക്കിടുകയാണെങ്കിൽ എന്താ ചെയ്യുക? അതുകൊണ്ട് നമ്മൾക്ക് ഈ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് മഖേല ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ മഖേല തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ട്രാവിസിനും മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിന്റെ ഇഷ്ടം എന്താണോ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഡിവോഴ്സ് പെറ്റീഷൻ സമർപ്പിച്ച ശേഷം അതിന് വിധി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇവിടെ മഖേല ചിന്തിക്കുന്നത് എന്തായാലും വേർപിരിയാമെന്ന് തീരുമാനിച്ചല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാണ് ഇയാളുടെ കൂടെ താമസിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് തന്റെ 2 മക്കളെയും കൂട്ടിയിട്ട് അമ്മ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് മാറിപ്പോവുകയാണ്. മഖേല ഇപ്പോൾ ചെയ്ത ഈ ഒരു പ്രവൃത്തിയില്ലേ, അത് അവരുടെ ജീവിതത്തെ തന്നെ ആകെ മൊത്തം മാറ്റിമറിക്കുകയാണ്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. വല്ലാത്തൊരു ഭയം തുടർന്ന് അങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിൽ അവർക്ക് വന്നു ചേരുകയാണ്. ഇതിനുശേഷം മഖേലയ്ക്ക് എന്താണ് സംഭവിച്ചത്, വിശ്വസിക്കാനാവുന്ന ആർക്കും ഇത് വന്നു പോവല്ലേ എന്ന് തോന്നിപ്പോകുന്ന ഒരു ട്രൂ ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അപ്പോൾ ഈ കേസിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുപോലുള്ള റിയൽ ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മഖേലയും ഭർത്താവും പിരിഞ്ഞ് താമസിക്കുകയാണ്. ഡിവോഴ്സിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലും മഖേല തൻ്റെ സലൂണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ ജോലികളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസും ഈ സലൂണിലേക്ക് സാധാരണ വരാറുള്ള പോലെ വരികയാണ്. മഖേല ഇങ്ങനെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ക്രിസ് മഖേലയോട് ചോദിക്കുകയാണ്, എന്താണ് ഇന്ന് മുഖം വല്ലാതെ ഡള്ളായിട്ടുണ്ടല്ലോ, എന്താണ് പ്രശ്നം, സാധാരണ ഇങ്ങനെയല്ലല്ലോ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് മഖേല തനിക്ക് എന്താണ് സംഭവിച്ചത്, താനും തന്റെ ഭർത്താവും തമ്മിൽ ഒരുമിച്ച് പോകാനായിട്ട് കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ് എന്നുള്ള കാര്യം മഖേല ക്രിസിനോട് പറയുന്നു. മഖേല വളരെ സാധാരണമായിട്ട് തന്റെ സുഹൃത്ത് ഇതുപോലൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു കൊടുത്തു എന്നത് മാത്രമേ ഇവിടെ മഖേലയുടെ മനസ്സിലുള്ളൂ. എന്നാൽ ക്രിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മഖേല മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയമാണ്. ക്രിസ് ആയിക്കോട്ടെ ഇവിടെ മഖേലയെ നന്നായിട്ട് സമാധാനിപ്പിക്കാനായിട്ട് മഖേലയ്ക്ക് മനസമാധാനം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അവർക്ക് വലിയൊരു ആശ്വാസമാവുന്ന രീതിയിൽ പെരുമാറുകയാണ്. നമ്മൾ മാനസികമായിട്ട് ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് ഒരാൾ അതിര് കവിഞ്ഞ് നമ്മളെ ആശ്വാസപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുക, ആ വ്യക്തിയോട് ചെറിയൊരു താല്പര്യം ഉണ്ടാവും. താല്പര്യം ഇനി അല്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തെല്ലാമാണ് പറയുന്നത് എന്നൊരു തോന്നലെങ്കിലും വരും. മഖേലയ്ക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇമോഷണൽ സപ്പോർട്ടാണ്. ക്രിസ് ആണെങ്കിൽ അത് കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു പൊതുവെ സ്ത്രീകൾക്ക് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ കാര്യമാണ്. തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ മഖേല സമാധാനത്തിന് വേണ്ടിയിട്ട് ക്രിസ്റ്റഫറിനെ ഫോണിൽ വിളിക്കുന്നു. അയാൾ പറയുന്ന നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് നേരം സംസാരിക്കുകയാണ്. ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വരികയാണ്. ആദ്യം ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ മഖേലയ്ക്ക് ഇയാളുടെ ഒരു ബഹുമാനവും അല്ലെങ്കിൽ ഇയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ വരികയാണ്. തുടർന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്രിസ് സലൂണിലേക്ക് വരികയാണ്. എന്നിട്ട് മഖേലയോട് നേരിട്ട് തന്നെ പറയുന്നു, ഇന്നു രാത്രി നമുക്ക് ഒന്നിച്ച് ഒരു ഡിന്നർ കഴിച്ചാലോ എന്ന്, ഒരു ഡിന്നർ ഡേറ്റിംഗ്. ഇത് കേട്ടപ്പോൾ മഖേല അത് സമ്മതിക്കുകയും ചെയ്തു. കാര്യം ഇമോഷണലായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഒരാൾ ഇതുപോലൊരു സാഹചര്യത്തിൽ വിളിക്കുന്ന സമയത്ത് അത് വലിയൊരു ആശ്വാസമായിരിക്കും. എന്തായാലും മഖേല ക്രിസിന്റെ കൂടെ പോവുകയാണ്. ക്രിസ് മഖേലയെ കൊണ്ടുപോയത് ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ്.
5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ മഖേല ഇതുവരെ പോവാത്ത ഒരു വലിയ ഹോട്ടലിലേക്ക്, ഈ ഹോട്ടലിലേക്കാണ് എന്ന് അറിഞ്ഞപ്പോൾ സത്യത്തിൽ മഖേല ഞെട്ടിപ്പോയി. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു സന്തോഷം മഖേലയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഹോട്ടലിലേക്ക് എത്തിയിട്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡാണ് അവർ രണ്ടുപേരും ഓർഡർ ചെയ്തത്. ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ബ്രേസ്ലെറ്റ്, വളരെയധികം വിലപിടിപ്പുള്ള ഒരു ബ്രേസ്ലെറ്റ് ക്രിസ് മഖേലയ്ക്ക് സമ്മാനിക്കുകയാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആയതുകൊണ്ട് തന്നെ മഖേല ക്രിസിനോട് ചോദിക്കുന്നു, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, എന്തിനാണ് എന്നോട് ഇങ്ങനെ അധികം സ്നേഹം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ക്രിസ് പറയുന്നത്, ഈ പറയുന്ന വസ്തുക്കളെ എല്ലാം അപേക്ഷിച്ച് അതിനേക്കാളും എത്രയോ മൂല്യം കൂടുതലാണ് നിനക്ക്, നിന്റെ സ്വഭാവത്തിന്. നിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞുകൊണ്ട് അതിനെ ഉയർത്താനായിട്ട് കഴിയില്ല, ആ രീതിയിൽ അത്രയും വലുതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയാണ്. മഖേല എന്നല്ല, പൊതുവെ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഇത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ട് ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ഒന്ന് ബ്രേക്ക് ചവിട്ടും. അതായത് ഡിവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, തന്റെ വിഷമങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും ഈ വ്യക്തി, ഇയാളെ കുറച്ച് മാസങ്ങളായിട്ട് അറിയാം, അയാൾ നല്ല സ്വഭാവമാണ്, പക്ഷേ അയാൾ വളരെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. തന്നെ ഇത്രയും വലിയൊരു ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു, തനിക്ക് വിലമതിക്കാനാവാത്ത വലിയൊരു ബ്രേസ്ലെറ്റ് സമ്മാനിക്കുന്നു. അപ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും, ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത്രയും പെട്ടെന്ന് അയാൾക്കൊരു ഇഷ്ടം എന്നോട് തോന്നിയോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ഇയാളുടെ സ്വഭാവം വളരെ മികച്ചു നിൽക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഇയാൾ തനിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഉറപ്പിക്കുകയാണ് മഖേല. ഫൈനലി മഖേല ഒരു ദിവസം ക്രിസ് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റഫർ എന്നാണ് കേട്ടോ അയാളുടെ മുഴുവൻ പേര്, അയാളെ സ്വന്തം വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് തൻ്റെ മക്കളോട് ക്രിസ്റ്റഫർ ഒരുപാട് സ്നേഹിച്ച് പെരുമാറുകയാണ്. ഇതുകൂടെ കണ്ടപ്പോൾ മഖേലയുടെ മനസ്സ് ആകെ മൊത്തം അലിഞ്ഞുപോയി. മഖേലയ്ക്ക് വേണ്ടത് തൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട്. നോക്കുമ്പോൾ ക്രിസ്റ്റഫർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഖേലയ്ക്കും മഖേലയുടെ അമ്മയ്ക്കും ഇയാളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്രിസ്റ്റഫർ മഖേലയെ ഫോണിൽ വിളിക്കുകയാണ്. വിളിച്ച പാടെ പറഞ്ഞത്, നിനക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്നാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ക്രിസ്റ്റഫർ പറയുന്നത്, മറ്റൊരു നാട്ടിൽ ട്രക്ക് ഡ്രൈവറായിട്ടാണ് ക്രിസ്റ്റഫർ ജോലി ചെയ്ത് വരുന്നത്. എന്നാൽ ആ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ ഞാനൊരു ജോലി നോക്കുന്നുണ്ട്. അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിന്റെ കൂടെയും നിന്റെ മക്കളുടെ കൂടെയും നിന്റെ അമ്മയുടെ കൂടെയും എല്ലാം തന്നെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷമുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതുകൂടെ കേട്ടപ്പോൾ മഖേലയ്ക്ക് ഒരുപാട് സന്തോഷമായി. സ്ത്രീകൾക്ക് തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സന്തോഷമാണ്. കാര്യം എത്ര ഇമ്പോർട്ടൻസ് ആണ് എനിക്ക് തരുന്നത് എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ ക്രിസ്റ്റഫർ മറ്റൊരു നാട്ടിലെ തൻ്റെ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഈ നാട്ടിലേക്ക് ജോലിക്കായിട്ട് വരുന്നു. കൂടുതൽ സമയവും മഖേലയുമായിട്ട് സംസാരിക്കുന്നു, ഇടപഴകുന്നു. രാവിലെ മഖേല ഈ സലൂണിലേക്ക് വരുന്ന ആ സമയം മുതൽ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നത് വരെ ക്രിസ്റ്റഫർ ഇവരുടെ കൂടെ തന്നെ സംസാരിച്ചുകൊണ്ട് ആ ഒരു സലൂണിൽ പരിങ്ങി നിൽക്കുകയാണ്. അതുകൂടാതെ വീട്ടിലേക്ക് എത്തിയ ശേഷവും മഖേലയുമായിട്ട് നിരന്തരം ഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാര്യങ്ങൾ ഈ രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും മഖേലയുടെ മനസ്സിൽ ഇപ്പോഴും രണ്ട് ചിന്തകളാണ്. ഒരാൾ വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ എടുപിടിയും ചെയ്യാണ്, തൻ്റെ ജോലി വേണ്ടാന്ന് വെക്കുന്നു, തൻ്റെ കൂടെ സംസാരിക്കാനായിട്ട് വരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു പേടിയുണ്ട്. ഇങ്ങനെയുള്ള പെട്ടെന്നുള്ളൊരു എന്താ പറയാ അധികമായിട്ടുള്ള സ്നേഹം പെട്ടെന്ന് കാണിക്കുന്ന സമയത്ത് ഒരു സംശയം തോന്നില്ലേ? ആ ഒരു സംശയം മഖേലയുടെ മനസ്സിലുണ്ട്. ഞാൻ മുമ്പ് എപ്പോഴും കണ്ട ഒരു ഇന്റർവ്യൂവിൽ പിഷാരടി ഒരു കാര്യം പറയുന്നുണ്ട്, ഒരാളുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അയാൾ നമ്മളോട് പെരുമാറുന്ന രീതിയും നമ്മളോട് ഓവറായിട്ട് സ്നേഹം കാണിക്കുന്ന എല്ലാം തന്നെ അയാളുടെ ബിഹേവാണ്. അയാളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് അയാൾ ഒരിക്കലും ഷോക്കേസ് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. അയാൾ നമ്മളോട് അധികമായിട്ട് സ്നേഹിച്ച് സംസാരിക്കുന്നതോ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മേടിച്ചു തരുന്നതോ അതെല്ലാം തന്നെ അയാളുടെ ബിഹേവിൻ്റെ മാത്രം ഭാഗമാണ്. അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് ഒരുപാട് അടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കുറച്ച് ബിഹേവ് മോശമാണെങ്കിലും നല്ല ക്യാരക്ടറുള്ള വ്യക്തികളോട് ഇടപഴകാനായിട്ട് നല്ല രസമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സംഭവിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവരുടെ ജീവിതത്തിലേക്ക് തുടർന്ന് അങ്ങോട്ട് സംഭവിക്കാനായി പോകുന്നത്. അങ്ങനെ സലൂണിന് ലീവുള്ള ഒരു ദിവസം അന്ന് മഖേലയുടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു ബോക്സിംഗ് മാച്ച് കാണാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ മാച്ച് കാണാനായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ക്രിസ്റ്റഫർ മഖേലയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച പാടെ അവരോട് ചോദിക്കുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു മാച്ച് കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ വെയിറ്റ് ചെയ്യൂ, ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റഫറും മഖേലയുടെയും സുഹൃത്തുക്കളുടെയും കൂടെ ഈ മാച്ച് കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ മാച്ച് കാണാനായിട്ട് പോകുന്ന ആ ഒരു സമയത്ത് രണ്ടുപേർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാനസികമായിട്ടും ഒരാളുടെ പക്ഷമായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ കാണുന്ന കാണികളിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരാൾ വിജയിക്കണം എന്നൊരു തോന്നലുണ്ടാവും. ഇവിടെ ക്രിസ്റ്റഫറിന്റെ മനസ്സിലും ഒരാളുണ്ടായിരുന്നു, ഈ വ്യക്തി ജയിച്ചാൽ മതി എന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ മത്സരം മുറുകിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ക്രിസ്റ്റഫർ ആരാണോ വിജയിക്കണമെന്ന് വിചാരിച്ചത് ആ വ്യക്തി വിജയിക്കുന്നില്ല, നേരെ മറിച്ച് നന്നായിട്ട് അടികൊള്ളുകയാണ്. പെട്ടെന്ന് ക്രിസ്റ്റഫർ നിലവിളിച്ചുകൊണ്ട് ഈ ഒരു ബോക്സിംഗ് റിങ്ങിന്റെ അരികിലേക്ക് വരികയാണ്. ആ ഒരു ദിവസം ക്രിസ്റ്റഫർ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഈ ബോക്സിങ്ങിന്റെ റിങ്ങിന്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ട് വളരെ മോശമായ രീതിയിൽ തെറി വിളിക്കുകയാണ്. അത് മാത്രമല്ലാതെ നീ അങ്ങനെ ഇരിക്കടാ, ഇങ്ങനെ ഇരിക്കടാ, ഈ കാര്യം ചെയ്യടാ എന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്.
അവിടെ കാണാനായിട്ട് വന്ന ബാക്കിയുള്ള ജനങ്ങൾ എല്ലാവരും ഇവൻ എന്താണ് ഈ കാണിക്കുന്നത് എന്ന രീതിയിൽ ക്രിസ്റ്റഫറിനെ നോക്കി കാണുകയാണ്. സത്യത്തിൽ ഇവിടെ മെഖേലയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, മെഖേല ആദ്യമായിട്ടാണ് ക്രിസ്റ്റഫറിനെ ഈ രീതിയിൽ കാണുന്നത്. ഇയാൾ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇത്രയും ആളുകൾ ഉള്ളതല്ലേ, എന്തെല്ലാമാണ് ഈ വിളിച്ചു പറയുന്നത്, എന്തെല്ലാം വൃത്തികേടുകളാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഖേല വളരെ ഷോക്കിംഗ് ആയിട്ട് നോക്കി കാണുകയാണ്. മെഖേലയുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഇവനെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ മെഖേലയെ നോക്കുകയാണ്. തൻ്റെ സുഹൃത്തുക്കളും തന്നെ വല്ലാത്തൊരു രീതിയിൽ നോക്കുന്നത് കൊണ്ട് തന്നെ മെഖേല ക്രിസ്റ്റഫറിനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ക്രിസ്റ്റഫർ ആയിക്കോട്ടെ കൈയെല്ലാം തന്നെ മാറ്റി എറിഞ്ഞിട്ട് ഇവിടെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അത് ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം വേറെ വഴിയില്ലാതെ നാണം കെട്ട് മെഖേല ആ ഒരു സ്ഥലത്ത് നിന്നും തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ വെളിയിലേക്ക് പോകുന്നു. മെഖേല വെളിയിലേക്ക് പോയി എന്നറിഞ്ഞ ക്രിസ്റ്റഫർ നേരെ അവരുടെ പുറകെ പോവുകയാണ്. പോയ പാടെ റോഡിന്റെ സൈഡിൽ വെച്ച് മെഖേലയുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത്, നമുക്ക് മാച്ച് കാണണ്ടേ, മാച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം മദ്യപിച്ച് ആ ഒരു ലഹരിയിൽ തന്നെ സംസാരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മെഖേല പറയുന്നത്, നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന എനിക്ക് അറിയില്ലായിരുന്നു, നീ എന്തെല്ലാമാണ് ഈ വിളിച്ചു കൂട്ടുന്നത്, നീ എന്തിനെങ്ങനെ കാണിക്കുന്നത്, എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മെഖേല വേഗം വണ്ടിയിൽ കയറിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ഓൾറെഡി മെഖേലയുടെ മനസ്സിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വലിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് മെഖേല ഒരുപാട് ചിന്തിക്കുകയാണ്, ഇവൻ എന്താണ് ഇങ്ങനെയെല്ലാം തന്നെ പെരുമാറുന്നത്, ഇവന്റെ സ്വഭാവം പെട്ടെന്ന് മാറിയല്ലോ, ഇതുവരെ കാണാത്ത അവന്റെ മുഖമാണല്ലോ ഞാൻ ഇപ്പോൾ കണ്ടത് എന്ന് ആലോചിച്ചിട്ട് വല്ലാത്തൊരു പേടി തോന്നുകയാണ്. കാര്യം മെഖേലയ്ക്ക് ഇവിടെ 2 മക്കളുണ്ട്. അപ്പോൾ മെഖേല ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മെഖേലയുടെ അമ്മയും അരികിലേക്ക് വരുന്നു. എന്താ പ്രശ്നമെന്ന് മോളോട് ചോദിക്കുകയാണ്. മെഖേല എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അമ്മയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മ പറയുന്നത്, എനിക്കും അവനെ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല, അവനിങ്ങനെ ഒരുപാട് അടുപ്പം കാണിക്കുന്നത് അവൻ്റെ ഉള്ളിൽ മറ്റെന്തോ ഒരു സ്വഭാവം ഉള്ളതുപോലെയാണ് എനിക്കും തോന്നുന്നത് എന്ന് അമ്മയുടെ അഭിപ്രായവും പറഞ്ഞു. ഫൈനലി മെഖേല തീരുമാനിച്ചു, ഇവനെ എന്തായാലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ട, ഇവനെ വിവാഹം കഴിക്കുന്ന കാര്യമേ ഇല്ല എന്ന് മെഖേല അവിടെ വെച്ച് ഉറപ്പിക്കുകയാണ്. മനസ്സ് വളരെ ഡിസ്റ്റർബ് ആയിട്ട് നിൽക്കുന്ന ആ രാത്രിയിൽ മെഖേലയ്ക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അർദ്ധരാത്രിയിൽ മെഖേലയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ക്രിസ്റ്റഫറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നീ എവിടെയാണ് എന്നതാണ് ചോദിച്ചത്. ഇതിന് മറുപടിയായിട്ട് മെഖേല പറഞ്ഞു, നിന്റെ യഥാർത്ഥ സ്വഭാവവും പെരുമാറ്റ രീതിയും ഞാൻ ഇപ്പോഴാണ് കണ്ടത്, മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നീ എനിക്ക് ചേർന്ന വ്യക്തിയല്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് നിർത്താം. ഞാൻ നിനക്ക് അയക്കുന്ന അവസാന മെസ്സേജ് ആണിത്. ഇനി എന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യരുത്, മെസ്സേജ് അയക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനൽ മെസ്സേജ് മെഖേല ക്രിസ്റ്റഫറിന് അയക്കുന്നു. ഫൈനലി ഇങ്ങനൊരു മെസ്സേജ് അയക്കുന്ന സമയത്ത് മെഖേല ചിന്തിക്കുന്നത് ഈ ബന്ധം ഇതോടുകൂടി അവസാനിച്ചു എന്നാണ്. പക്ഷേ അതിന് റീപ്ലേ ആയിട്ട് വന്നൊരു കാര്യമെന്ന് പറയുന്നത്, നീ എന്താണ് ഇങ്ങനെ പെട്ടെന്നൊക്കെ പറയുന്നത്, നീ വിചാരിച്ചാൽ മാത്രം അങ്ങനെ പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുമോ, ഞാനും കൂടെ അതിന് തീരുമാനിക്കണം, നീ എന്താണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്, നിനക്ക് തോന്നുന്ന സമയത്തെല്ലാം തന്നെ എന്നെ ഇഷ്ടപ്പെടാം, അത് വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങി പോകണമെന്നല്ലേ, എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിനക്കറിയില്ല, ഞാൻ വിളിക്കുന്ന സമയത്തെല്ലാം തന്നെ നീ കോൾ അറ്റൻഡ് ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നീ അറിയും എന്നൊരു ഭീഷണി സ്വരത്തിലാണ് പിന്നീട് വന്ന മെസ്സേജ്. സത്യത്തിൽ ഇപ്പോഴാണ് മെഖേലയ്ക്ക് മനസ്സിലാവുന്നത്, ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ശരി വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയല്ല അവൻ. വീട് കണ്ടുപിടിച്ച് വീട്ടിലേക്ക് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന, തുടർന്ന് അങ്ങോട്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു സ്വഭാവത്തിനുടമയാണ് എന്ന്. റിപ്ലൈ ഈ രീതിയിൽ വന്ന ശേഷം ഒരു ഫോൺ കോൾ ആണ് ക്രിസ്റ്റഫറിന്റെ ഭാഗത്തു നിന്നും വന്നത്. ഫോൺ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മെഖേല പറഞ്ഞു, എനിക്ക് നിന്നോട് ഇപ്പോൾ യാതൊരു താല്പര്യമില്ല, ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്ക് 2 മക്കളുള്ളതാണ്, എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഫോണിലൂടെ പറയാണ്. പക്ഷേ ഇതിന് മറുപടിയായിട്ട് ക്രിസ്റ്റഫർ പറയുന്നത്, നിന്നെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാൻ പറയുന്ന രീതിയിലെല്ലാം തന്നെ നീ നിൽക്കണം, നീ എന്താ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നത്, നിന്നെ വിട്ട് ഞാൻ അങ്ങനെ പോവില്ല, നിന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് ക്രിസ്റ്റഫർ മറുപടിയായിട്ട് പറയുന്നു. ഇത് കേട്ട് വല്ലാതെ പേടിച്ച മെഖേല പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ക്രിസ്റ്റഫർ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മെഖേലയ്ക്കാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ തന്നെ പേടിയാവുന്നു. ഇവനായിക്കോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് റിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട് പോലെ അല്ലാതെ അവിടെയുള്ള സ്ത്രീകൾക്ക് നല്ല തൻ്റെ ഇടമായിരിക്കും എന്നൊക്കെ പറയുകയാണെങ്കിലും ആ വീട്ടിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, പിന്നെ 2 കുട്ടികളാണുള്ളത്. അപ്പോൾ ഇവർക്ക് നല്ല പേടിയാവാണ്. കാര്യം ഇവരുടെ ഫോണിന്റെ ചാർജ് തീരുന്നത് വരെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ട് തോന്നും. അതുകൊണ്ട് മെഖേലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവൻ എന്തെല്ലാമോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ മനസമാധാനത്തോട് ജീവിക്കാനായിട്ട് ഇവൻ എന്തായാലും സമ്മതിക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരുപാട് തവണ വിളിച്ചിട്ടും മെഖേല ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അടുത്തതായിട്ട് ക്രിസ്റ്റഫർ വോയിസ് മെസ്സേജാണ് അയക്കുന്നത്. ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നീ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അല്ലേ, ഇത്രയും സമയം ഞാൻ വിളിച്ചിരിക്കുകയാണ്, നിനക്ക് അറ്റൻഡ് ചെയ്യാൻ വയ്യ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനിയും നീ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ നിന്നെ കൊലപ്പെടുത്താൻ പോലും ഞാൻ മടിക്കില്ല എന്ന് വല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ആ ഒരു വോയിസ് ക്ലിപ്പാണ് വന്നത്. ഇത് കേട്ടപ്പോൾ മെഖേലയ്ക്ക് 2 ചിന്തകളാണ് വന്നത്. ഒന്നാമത്തേത് കുറ്റബോധം, രണ്ടാമത്തേത് പേടി.
ഇവൻ എന്താണ് എന്നെയും എൻ്റെ മക്കളെയും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെയും ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പേടിയും, അതുകൂടാതെ കുറ്റബോധം. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്, ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടത്, അയാളോട് എൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്, അടുപ്പം കാണിച്ചത് എന്നുള്ളൊരു വലിയൊരു പേടി തന്നെ അവരുടെ മനസ്സിൽ തോന്നുന്നു. മെഖേല ജോലി ചെയ്യുന്ന സലൂണിൻ്റെ ഓണർ ഒരു സ്ത്രീയാണ്, മാഗി എന്നാണ് പേര്. മെഖേല ജോലിക്ക് പോകുന്ന ആ സമയത്ത് മെഖേലയുടെ മുഖത്തെ ആ ഒരു പേടിയും വിഷമവും എല്ലാം കണ്ടിട്ട് മാഗി ചോദിക്കുകയാണ്, എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് മെഖേല തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയാണ്. മാഗി സമാധാനിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചുവെങ്കിലും മെഖേലയുടെ മനസ്സിൽ ആ ഒരു മരണ ഭയം ഉണ്ടായിരുന്നു. കാരണം അയാളുടെ ആ വിചിത്രമായിട്ടുള്ള സ്വഭാവം ഞെട്ടലോട് കൂടിയാണ് മെഖേല നോക്കി കണ്ടത്. അതുകൊണ്ട് തന്നെ തനിക്ക് എന്തും സംഭവിക്കാമെന്നൊരു രീതിയിലാണ് തുടർന്ന് അങ്ങോട്ട് മെഖേല ജീവിച്ചു പോകുന്നത്. ഞാനിപ്പോൾ പറയുന്ന കാര്യത്തിന്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. പെട്ടെന്ന് സലൂണിന്റെ ഡോർ തുറക്കുന്നു. ഇവിടെ മെഖേലയുടെ മനസ്സിൽ പേടിയാണ്. ഭഗവാനെ, ഇയാളാണോ എന്നാണ് ചിന്തിക്കുന്നത്. അതുകൂടാതെ ഫോൺ ഒന്ന് റിങ് ചെയ്യുന്നു. ഇവനാണോ വിളിക്കുന്നത് എന്ന് പേടിക്കുകയാണ്. ഒരു മെസ്സേജിന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോഴും പേടിയാണ്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ തടഞ്ഞു നിർത്തുമോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ദിവസം അങ്ങോട്ട് വല്ലാത്തൊരു പേടിയിലാണ് ഇവർ ജീവിക്കുന്നത്. ക്രിസ്റ്റഫർ മെഖേലയെ എല്ലാ ദിവസവും ഒരുപാട് സമയം ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ എന്തെങ്കിലും ഒരു മറുപടി പറയാം, കരഞ്ഞുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് മെഖേല ആ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാണ്. അറ്റൻഡ് ചെയ്ത പാടെ ക്രിസ്റ്റഫർ അവിടെ നിന്ന് തെറിയാണ് വിളിക്കുന്നത്. നിന്നെ ഞാൻ ജീവനോടെ വിടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട, നീ സമാധാനത്തോടു കൂടി ഉറങ്ങുകയാണല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാം, നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കോൾ കട്ട് ചെയ്യാണ്. ഈ ഫോൺ കോൾ കട്ട് ചെയ്ത ശേഷം പിന്നെ മെഖേലയ്ക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങാനായിട്ട് പറ്റുമോ? അയാൾ ഈ വീട്ടിലേക്ക് എപ്പോൾ വരും എന്ന് ആലോചിച്ചിട്ട് പേടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ആ വീടിന്റെ ജനലിലൂടെ വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അവൻ ഇപ്പോൾ വരുമോ എന്ന് പേടിച്ചിട്ട്. മെഖേല ഒരു ദിവസം തൻ്റെ ജോലിയെല്ലാം തന്നെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഗേറ്റ് കഴിഞ്ഞിട്ട് നടന്നുകൊണ്ട് വീട്ടിലേക്ക് കയറാനായിട്ട് നിൽക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് തൻ്റെ പുറകിൽ ആരോ ഉണ്ട് എന്ന് മെഖേലയ്ക്ക് തോന്നുകയാണ്. ആരാണെന്ന് വിചാരിച്ചിട്ട് തിരിയുന്ന സമയത്ത് അവിടെ ക്രിസ്റ്റഫർ ആണ്. പെട്ടെന്ന് കണ്ടപ്പോൾ വല്ലാതെ പേടിച്ചുവെങ്കിലും ധൈര്യം സംഭരിച്ചിട്ട് മെഖേല പറഞ്ഞു, ക്രിസ്റ്റഫർ ഒന്ന് മനസ്സിലാക്കൂ, എന്നെ ദയവ് ചെയ്ത് ജീവിക്കാനായിട്ട് അനുവദിക്കുക, എനിക്കിപ്പോൾ ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല, എനിക്ക് നീയുമായിട്ടുള്ള ബന്ധത്തിൽ തീരെ താല്പര്യമില്ല എന്ന് അപേക്ഷിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബിഹേവാണ് ക്രിസ്റ്റഫറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട വ്യക്തി ഇപ്പോൾ ക്രിസ്റ്റഫർ കരയാണ്. നീ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ മദ്യപിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഷോയിലേക്ക് വന്ന സമയത്ത് എനിക്ക് അറിയാതെ പറ്റിയൊരു അബദ്ധമാണ്, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നീ മറക്കുക, എനിക്ക് നിന്നെ വേണം, ദയവ് ചെയ്ത് നീ എന്നെ ഉപേക്ഷിച്ച് പോകരുത് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ക്രിസ്റ്റഫർ കരയാനായിട്ട് തുടങ്ങുകയാണ്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നതിൽ ചിലരെങ്കിലും ഇതുപോലുള്ള കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ടാവും. അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് കരയും, ഇങ്ങനെ വല്ലാത്തൊരു ഇമോഷനൊക്കെ കാണിക്കും. എന്തായാലും ഇങ്ങനെയെല്ലാം തന്നെ പറഞ്ഞിട്ട് മെഖേല വീട്ടിനകത്തേക്ക് കയറിയിട്ട് ആ വാതിലടയ്ക്കുകയാണ്. വാതിലടച്ചിട്ട് പതിയെ ജനലിലൂടെ വെളിയിലേക്ക് നോക്കുന്നു. അയാൾ പോയോ എന്ന്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ക്രിസ്റ്റഫർ വെളിയിൽ നിന്നും വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി ഈ വീടിനെ തന്നെ നോക്കി നിൽക്കുന്നത് അവർ കാണുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് സമയം അങ്ങനെ നിന്നിട്ട് തിരിഞ്ഞ് നടന്ന് നേരെ കാറിൽ കയറിയിട്ട് വളരെ വേഗത്തിൽ പോകുന്നതും അവർ കാണുന്നുണ്ട്. എന്താണ് തനിക്കും തൻ്റെ മക്കൾക്കും തൻ്റെ അമ്മയ്ക്കും ഈ വീട്ടിൽ സംഭവിക്കുക എന്നൊരു പേടിയോടുകൂടി തുടർന്ന് വീണ്ടും ജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഈ സംഭവത്തിന് ശേഷവും ക്രിസ്റ്റഫർ മുടങ്ങാതെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കും, തെറി മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും, ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം തൻ്റെ സലൂണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മെഖേല പെട്ടെന്ന് ഡോർ തുറക്കുന്നത് കണ്ടു. ഉള്ളിലേക്ക് വന്നത് ക്രിസ്റ്റഫർ ആണ്. ക്രിസ്റ്റഫർ വന്ന പാടെ മെഖേല ഒരാളുടെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ക്രിസ്റ്റഫർ വന്ന പാടെ പറയുന്നത്, മെഖേല ഒരു കാര്യം സംസാരിക്കാനുണ്ട്, നീ വെളിയിലേക്ക് വാ എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ മെഖേല പറഞ്ഞു, ഇല്ല എനിക്ക് താല്പര്യമില്ല സംസാരിക്കാനായിട്ട്, എനിക്കൊരു ജോലി ഉണ്ട് എന്ന് പറയാണ്. ഇതിന് മറുപടിയായിട്ട് ക്രിസ്റ്റഫർ നിലവിളിക്കുകയാണ് ചെയ്തത്. ആ ഹെയർ കട്ട് ചെയ്യാനിരിക്കുന്ന ആൾ പോലും പേടിച്ചു പോയി. ഇവിടെ വന്നിട്ട് നീ എന്നെ വല്ലതും ചെയ്യുമോ എന്നൊരു പേടി അയാൾക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ സമയത്ത് ആ ഒരു ഷോപ്പിന്റെ ഉടമസ്ഥനായിട്ടുള്ള മാഗി ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് ക്രിസ്റ്റഫറിനോട് പറഞ്ഞു, ക്രിസ്റ്റഫർ ഷോപ്പിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങൂ, നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനുള്ളിൽ വെച്ച് സംസാരിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വളരെ ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ വന്നപ്പോൾ ക്രിസ്റ്റഫർ ആ ഷോപ്പിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ട് കാറിൽ കയറിയിട്ട് ദേഷ്യത്തിൽ പോയി. ഈ ഒരു സാഹചര്യത്തിൽ മെഖേലയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ, അല്ലേ? ജോലി ചെയ്ത് ജീവിക്കാൻ പോലും സമ്മതിക്കില്ല എന്നൊരു അവസ്ഥയാണ്. സംഭവം വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ സലൂണിന്റെ ഓണറായിട്ടുള്ള മാഗിയുടെ ഭർത്താവും മെഖേലയുടെ ഒരു കാര്യം പറയാണ്, ഇനിയും നമ്മൾ കാത്തിരുന്നിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് പോലീസുകാരെ പോയിട്ട് കാണാം, എന്നിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എങ്ങനെയെങ്കിലും തരപ്പെടുത്താം, അതാവുമ്പോൾ ഇവന്റെ ശല്യം എന്തായാലും ഉണ്ടാവില്ല എന്ന് പറയാണ്. ഈ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഓർഡർ പോലീസുകാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് മെഖേലയെ ശല്യപ്പെടുത്താനായിട്ട് ക്രിസ്റ്റഫർ വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ജയിലിന്റെ ഉള്ളിലാണ്. സോ മെഖേലയും മാഗിയുടെ ഭർത്താവും ചേർന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഈ പ്രൊട്ടക്ഷൻ ഓർഡറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പോലീസുകാർ തിരിച്ച് മെഖേലയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു എന്ന്. പക്ഷേ ഇതിന് മറുപടിയായിട്ട് മെഖേല പറയുന്നത്, ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, 10 ദിവസമായിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്.
ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റിലും ഓരോ കുറ്റകൃത്യങ്ങൾക്കും പല രീതിയിലുള്ള ശിക്ഷകളാണ് കൊടുക്കുക. എല്ലാ സ്റ്റേറ്റിലും ഒരേപോലുള്ള ശിക്ഷകളല്ല കൊടുക്കുക. ആ പ്രവൃത്തികൾക്ക്, ആ ഒരു കുറ്റകൃത്യങ്ങൾക്ക് ഒരേ മാനദണ്ഡങ്ങളല്ല ഉള്ളത്. ഇതുപോലെ ഒരാൾ നമ്മളുടെ പുറകെ നടന്നിട്ട് സ്റ്റോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ, അതായത് പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയാണെങ്കിൽ, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കണം. അത് മാത്രമല്ലാതെ ഇവരുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു 30 ദിവസമെങ്കിലും ഉണ്ടാവണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 10 ദിവസം മാത്രമേ ഇവർ ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. പോലീസുകാർക്ക് അവരുടെ നിയമപ്രകാരം പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്യാനായിട്ട് കഴിയില്ല. ആ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാനായിട്ട് കഴിയില്ല. മെക്കേലയ്ക്ക് നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓർഡർ മേടിക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥര് ക്രിസ്റ്റഫറെ വിളിച്ചിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കലും നീ ആ സ്ത്രീയുടെ പുറകെ നടക്കരുത്, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ എന്തായാലും ജയിലിലാക്കും എന്ന രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ക്രിസ്റ്റഫറിന് കാര്യം മനസ്സിലായി. പ്രൊട്ടക്ഷൻ ഓർഡർ മേടിക്കാനായിട്ടാണ് ഇവർ രണ്ടുപേരും പോയിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റഫർ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുകയാണ്. എന്തായാലും തന്നെ ഒന്നും ചെയ്യാനായിട്ട് പോലീസുകാർക്ക് കഴിയില്ല എന്നൊരു തോന്നൽ ഇയാൾക്ക് വരികയാണ്. തുടർന്ന് എന്തൊക്കെ ചെയ്തിട്ടും ക്രിസ്റ്റഫർ അടങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ മെക്കേല ഒരു കാര്യം തീരുമാനിക്കുകയാണ്. തന്റെ വീട്ടിൽ സ്ത്രീകൾ മാത്രം ഉള്ളത് കൊണ്ടല്ലേ അവൻ ഈ പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ തനിക്കൊരു ആണിന്റെ കൂട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും എന്നവർ വിചാരിക്കുകയാണ്. ഇവിടെ മെക്കേലയുടെ ഹസ്ബൻഡുമായിട്ടുള്ള മെക്കേലയുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോഴും തന്റെ ഹസ്ബൻഡായിട്ടുള്ള ട്രാവിസിനെ മെക്കേല ചെന്ന് കാണുകയാണ്. എന്നിട്ട് ട്രാവിസിനോട് പറയാണ്, ഇവർ ഡിവോഴ്സിന്റെ ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇവരുടെ കയ്യിൽ ഒരു തോക്ക് ഉണ്ടായിരുന്നു, ഒരു ഗൺ ഉണ്ടായിരുന്നു. ആ ഒരു തോക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ട്രാവിസ് പറഞ്ഞു, ഇല്ല, അതെല്ലാം തന്നെ ഞാൻ വിറ്റു എന്ന് പറയാണ്. ഇതിനുശേഷം എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക് തോക്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യമെല്ലാം തന്നെ മെക്കേലയ്ക്ക് ഇത് പറയാനായിട്ട് ഒരു മടി ഉണ്ടാകുമല്ലോ. കാര്യം മറ്റൊരാളുമായിട്ടുള്ളൊരു ബന്ധമല്ലേ. ഫസ്റ്റൊക്കെ ഒരു മടി ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം ഒരു സഹായം എന്ന രീതിയിൽ, എന്നെ പറ്റുമെങ്കിൽ സഹായിക്കണം എന്ന രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയാണ്. മെക്കേല പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ട്രാവിസ് അവരെ സമാധാനിപ്പിച്ചു. നീ എന്തായാലും പേടിക്കണ്ട, നിനക്ക് ഞാനില്ലേ, നീ നിന്റെ 2 മക്കളെയും കൂട്ടിയിട്ട് എൻ്റെ കൂടെ വന്ന് താമസിക്കുക. ഒരു പക്ഷേ നിന്റെ അമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അവന് വീണ്ടും ധൈര്യം വരും. എൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ നിനക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മെക്കേലയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ തന്റെ 2 മക്കളെയും കൂട്ടിയിട്ട് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് വീണ്ടും താമസം ആരംഭിക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം ക്രിസ്റ്റഫർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റഫറിനെ സംബന്ധിച്ചോളം അയാളുമായിട്ട് സംസാരിക്കുന്നില്ല, ഫോണോട് സംസാരിക്കുന്നില്ല, അയാളുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെക്കുകയാണ്. അത് തന്നെ അയാൾക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴാണ് തന്റെ മുൻ ഭർത്താവിന്റെ കൂടെ മെക്കേല വീണ്ടും പോവുകയാണ് എന്ന് അറിയുന്നത്, അവിടെ പോയിട്ട് താമസിക്കുകയാണ് എന്നുള്ള കാര്യം അറിയുന്നത്. ക്രിസ്റ്റഫറിന് സത്യത്തിൽ ഭ്രാന്ത് പിടിച്ചതുപോലെയായി. ക്രിസ്റ്റഫർ ഫോണിൽ വിളിച്ചാൽ എന്തായാലും മെക്കേല ഫോൺ എടുക്കില്ല. അങ്ങനെ വോയിസ് മെസ്സേജ് അയക്കുകയാണ്. നീ ഇപ്പോൾ നിന്റെ പഴയ ഹസ്ബൻഡിന്റെ കൂടെ പോയില്ലേ, നീ ഇതിനെ ഒരുപാട് കരയും, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിക്കാനായിട്ട് പോവുകയാണ്, നിന്നെയും നിന്റെ ഭർത്താവിനെയും ഞാൻ ജീവനോടെ വെറുതെ വിടില്ല, നീ നോക്കിക്കോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനുശേഷം മെക്കേലയ്ക്ക് വീണ്ടും പേടി തോന്നി. തന്റെ ഭർത്താവിനെ ഈ വോയിസ് മെസ്സേജ് എല്ലാം തന്നെ കാണിച്ചു കൊടുത്തു. ഇത് കേട്ട ശേഷം ട്രാവിസ് പറയുന്നത്, നീ എന്തായാലും പേടിക്കണ്ട, അവനിങ്ങനെ പറയുന്നല്ലേ ഉള്ളൂ, എന്തായാലും അവൻ ഇവിടേക്കൊന്നും വരില്ല, വന്നു കഴിഞ്ഞാൽ ആ കാര്യം ഞാൻ നോക്കാമെന്ന് ട്രാവിസ് ഉറപ്പ് നൽകുകയാണ്. ശേഷം ഒരു ദിവസം മെക്കേല തന്റെ സലൂണിലെ ജോലിയെല്ലാം തന്നെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. ലിവിംഗ് റൂമിൽ വളരെ ടയേർഡ് ആയിട്ടിരിക്കുകയാണ്. അവരുടെ മക്കളായിക്കോട്ടെ ബെഡ്റൂമിൽ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയത്ത് ഭർത്താവായിട്ടുള്ള ട്രാവിസ് കിച്ചണിൽ പോയിട്ട് ചെറിയ ജോലികളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കിച്ചണിലൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയുടെ പുറകിലായിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ ആണ്. ട്രാവിസ് കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ വിൻഡോയുടെ ഭാഗത്തേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് നിൽക്കുകയാണ്. അത് ആരാണെന്ന് നോക്കുന്ന സമയത്ത് ക്രിസ്റ്റഫർ ആണ്. ക്രിസ്റ്റഫർ അയാളെ തന്നെ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട ഉടനെ ട്രാവിസ് മെക്കേലയോട് പറയാണ്, നീ വേഗം തന്നെ കുട്ടികളെ എടുത്തിട്ട് ബെഡ്റൂമിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് വാതിലടച്ചിരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി ഗൺ എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന ആ സമയത്ത് ക്രിസ്റ്റഫർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കും, മനസമാധാനത്തോടെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റുമോ? ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? അവരുടെ ഒരു ജീവിത രീതി തന്നെ മാറിപ്പോയില്ലേ? ജീവിക്കാനായിട്ട് പറ്റില്ല എന്നൊരു അവസ്ഥയാക്കി മാറ്റിയില്ലേ? ഇതിനുശേഷം ഈ ഭാര്യയും ഭർത്താവും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പ്രൊട്ടക്ഷൻ ഓർഡർ മേടിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ നിയമപ്രകാരം ഇങ്ങനെയെല്ലാം റൂൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയവും അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രൂഫുകളുണ്ട്, വോയിസ് മെസ്സേജ് ആയിട്ടും മെസ്സേജ് ആയിട്ടും പിന്നെ ഇത്രയും തവണ വിളിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം തന്നെ കാണിച്ചിട്ട് തനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ വേണമെന്ന് അവർ പറയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കണ്ടിട്ട് പോലീസുകാർ വിചാരിച്ചു എന്തായാലും ഈ ഓർഡർ കൊടുക്കാമെന്ന്. കാര്യം ഈ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകളെല്ലാം തന്നെ അവർ കേൾക്കുന്നതാണ്. ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തു. എന്നിട്ട് ആർക്കെതിരെയാണോ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്യാനായിട്ട് പറയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. തന്നെ ശല്യപ്പെടുത്തുന്ന വ്യക്തിയുടെ പേര് മാത്രമേ മെക്കേലയ്ക്ക് അറിയുള്ളൂ, ക്രിസ്റ്റഫർ എന്ന്. അതല്ലാതെ അയാളുടെ അഡ്രസ്സോ അയാൾ ഏത് അഡ്രസ്സിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള യാതൊരു കാര്യവും അറിയില്ല. അയാളുടെ ജോലി ഇന്നതാണെന്ന് അറിയാം,
പക്ഷേ അതല്ലാതെ മറ്റൊന്നും മക്കേലയ്ക്ക് അറിയില്ല. നിയമപ്രകാരം ആ ഫോം മുഴുവനായിട്ടും ഫില്ല് ചെയ്താൽ മാത്രമേ ഇവർക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും അവർക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കുന്നില്ല. അങ്ങനെ വളരെ നിരാശയോടുകൂടി തിരികെ പോയ മക്കേല ഒരു ദിവസം തന്റെ സലൂണിൽ ഇരിക്കുന്ന സമയം, ആ സമയത്ത് മറ്റുള്ള കസ്റ്റമർ ആരുമില്ല. മക്കേലയുണ്ട്, ആ ഒരു ഷോപ്പിന്റെ ഉടമസ്ഥനായിട്ടുള്ള മാഗി ഉണ്ട്, മാഗിയുടെ ഭർത്താവായിട്ടുള്ള തോമസ് ഉണ്ട്. ഇവർ 3 പേരും മാത്രം നിൽക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ക്രിസ്റ്റഫർ ഇടിച്ചു തള്ളി കയറിക്കൊണ്ട് അവർ സലൂണിലേക്ക് എത്തുകയാണ്. എത്തിയ പാടെ പറഞ്ഞു, മക്കേല, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ഇത് കേട്ട പാടെ തോമസ് അവനോട് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ അത് കേൾക്കുന്നില്ല. അവൻ വീണ്ടും മർദ്ദിക്കാനൊക്കെ ആയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. തോമസ് ഈ സമയത്ത് ചെയ്തൊരു കാര്യം, ഇവൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു കാര്യമല്ല വീഡിയോ എടുത്ത് വെക്കുകയാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവൻ വരുന്ന സമയത്ത് നിങ്ങൾ തെളിവ് സഹിതം കൃത്യമായിട്ട് വീഡിയോ ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതരണം. അങ്ങനെ ആവുമ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ പെട്ടെന്ന് ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി ഓടി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റഫർ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതിന്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ ഇവരുടെ കയ്യിൽ കിട്ടിയെങ്കിലും ക്രിസ്റ്റഫറിന്റെ അഡ്രസ്സ് ഇവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കാര്യം ഇവർ ചിന്തിക്കുന്നത്. അതായത് മെക്കേലയും ക്രിസ്റ്റഫറും ആ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്ന ആ ഒരു സമയത്ത് ക്രിസ്റ്റഫർ തന്റെ അമ്മയും കൂട്ടിയിട്ട് ഈ സലൂണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ അതിൽ അഡ്രസ് ഉണ്ടാവില്ല, പക്ഷേ ആ സമയത്ത് പേയ്മെന്റ് നടത്തിയത് ചെക്ക് വഴിയാണ്. അവരുടെ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ചെറിയ പേയ്മെന്റ് ആണെങ്കിൽ കൂടിയും ഇവർ ചെക്ക് വഴിയാണ് ആ സമയത്തെല്ലാം തന്നെ പേയ്മെന്റ് ഇടപാടുകളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ആ ഒരു ചെക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്യാണ്. ആ ചെക്കിൽ നിന്നും ഇവരുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇവർക്ക് കഴിയാണ്. സോ ലഭിച്ച ഡീറ്റെയിൽസ് എല്ലാം തന്നെ വെച്ച് മക്കേലയും ഭർത്താവും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് അഡ്രസ്സ്, അതുകൂടാതെ അവൻ ചെയ്ത കാര്യങ്ങൾ, അവൻ വോയിസ് മെസ്സേജിൽ അയച്ച കാര്യങ്ങൾ, വീഡിയോസ്, ഫോട്ടോസ് തുടർന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർക്ക് കൊടുക്കുകയാണ്. അതുകൂടാതെ ആ ഫോമും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഈ ഒരു പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്, ഇനി മക്കേലയെ അവൻ ഏതെങ്കിലും രീതിയിൽ ശല്യപ്പെടുത്തി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോൺ ചെയ്തു, മെസ്സേജ് അയച്ചു, എന്തായിക്കോട്ടെ, അവൾക്ക് അരികിലേക്ക് പോയി, എന്താണെങ്കിലും നിയമപരമായിട്ട് ഇനി ഇത് ചെയ്യുന്നത് തെറ്റാണ്, അയാൾക്കെതിരെ ആക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഈ നിയമത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ക്രിസ്റ്റഫറിന് നന്നായിട്ട് അറിയാം. പോലീസ് ഉദ്യോഗസ്ഥർ ക്രിസ്റ്റഫറിനെ ഫോണിൽ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈ പെൺകുട്ടിയെ കാണാനായിട്ട് പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫോണിലൂടെ വിളിച്ചു പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ക്രിസ്റ്റഫറിന് തന്റെ ദേഷ്യം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. തന്നെ നിയമപരമായിട്ട് ലോക്ക് ചെയ്യുകയാണല്ലേ എന്ന് കൂടെ അറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവളെ ഇല്ലാതാക്കണം എന്നൊരു തോന്നലായി ക്രിസ്റ്റഫറിന്. ഇവിടെ മക്കേലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ വളരെ സന്തോഷവതിയാണ്. പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിച്ചു, ഇനി എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പോലീസുകാർ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഉറങ്ങാനായിട്ട് കഴിയുമെന്ന് അവർ വിചാരിക്കുകയാണ്. പക്ഷേ അവരുടെ വിചാരമെല്ലാം തന്നെ തെറ്റായിരുന്നു. എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. സെപ്റ്റംബർ 18, 2015 ആ ദിവസം മക്കേലയ്ക്ക് തന്റെ സലൂണിൽ ഒരുപാട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. രാത്രി 9 മണിയോട് കൂടിയാണ് തന്റെ വീട്ടിലേക്ക് പോകുന്നത്. തന്റെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ വീട്ടിലാണ് മക്കളുള്ളത്. ആ ദിവസം മെക്കേലയുടെ അമ്മയും ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. മെക്കേല കാർ ഓടിച്ച് ആ വീടിന്റെ കാർ പാർക്കിങ്ങിന്റെ അവിടെ കാർ നിർത്തിയിട്ട് ഇറങ്ങാനായിട്ട് ഭാവിക്കുന്ന ആ സമയത്ത് അവർക്കൊരു ഫോൺ കോൾ വരികയാണ്. മെക്കേലയെ ഫോണിൽ വിളിച്ചത് മെക്കേലയുടെ മക്കളാണ്. അമ്മ എവിടെയാണ്, ഒരുപാട് നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ആ മക്കൾ ഫോണിലൂടെ പറയുന്നത്. 15 സെക്കൻഡിനുള്ളിൽ വീട്ടിലേക്ക് എത്തും, ഞാൻ വീട്ടിന് വെളിയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്ത് ബാഗിലിട്ട് കാറിന്റെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെ നിന്നും നേരെ വീടിന്റെ ആ മെയിൻ ഡോറിലേക്കുള്ള ആ ഒരു ചെറിയ വഴി, അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് തൻ്റെ പുറകിൽ ആരോ ഉണ്ട് എന്ന് മെക്കേലയ്ക്ക് തോന്നുകയാണ്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പുറകിൽ ക്രിസ്റ്റഫറിന്റെ മുഖത്തെ ഭീകരമായിട്ടുള്ള ആ ഒരു ഭാവവ്യത്യാസം കണ്ട മെക്കേലയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, അവൻ എന്തോ തന്നെ ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന്. പക്ഷേ പേടിച്ചിട്ട് ആ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് വാതിലടയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ ഇവരുടെ മക്കളുണ്ട്. അതുകൊണ്ട് പുറകെ വന്ന ഇവൻ ഈ കുട്ടികളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് അവർ നേരെ അവിടെ നിന്നും ഓടുന്നത് ആ വീടിന്റെ ഗാർഡന്റെ ഭാഗത്തേക്കാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്റ്റഫർ പുറകിൽ നിന്നും ഒരു തോക്കെടുത്തിട്ട് മെക്കേലയെ ഷൂട്ട് ചെയ്തു. ആ ബുള്ളറ്റ് നേരെ പോയത് അവരുടെ മുതുകിന്റെ ഭാഗത്തേക്കാണ്. അവിടെ തറച്ചാണ് നിൽക്കുന്നത്. മെക്കേല നിലവിളിച്ച് വീഴുന്ന ശബ്ദം കേട്ടിട്ട് വീട്ടിനുള്ളിൽ നിന്നും മെക്കേലയുടെ അമ്മ വെളിയിലേക്ക് വരുന്നു. മെക്കേലയുടെ അമ്മയെ കണ്ടപ്പോൾ ഇവൻ വേഗം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. മെക്കേലയുടെ അമ്മ മകളുടെ ഭാഗത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് മകളുടെ മുതുകിന്റെ ഭാഗം എല്ലാം തന്നെ ബ്ലഡ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ 911 കോൾ ചെയ്തിട്ട് പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് ആംബുലൻസ് ആ ഭാഗത്തേക്ക് വന്നു, പോലീസുകാർ വന്നു. ഇവരെ
ആംബുലൻസിലേക്ക് കയറ്റിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഒരുപാട് നാളത്തെ ചികിത്സകൾക്ക് ശേഷം ഡോക്ടേഴ്സ് ആ ഒരു കാര്യം പറയാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഭാഗ്യമുണ്ട്, അവർ മരിച്ചിട്ടില്ല, അവർ രക്ഷപ്പെട്ടു എന്ന്. അതായത് ആ ഒരു ബുള്ളറ്റ് അവരുടെ ബോണിലാണ്, അവരുടെ എല്ലിലാണ് തട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലൂടെ തുളച്ച് കയറിയിട്ട് അവരുടെ ഓർഗൻസ് ഒന്നും തന്നെ നശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് നാളത്തെ ട്രീറ്റ്മെന്റിന് ശേഷം മഖേലയ്ക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാനായി കഴിഞ്ഞു. ഇവിടെ ക്രിസ്റ്റഫറിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, മഖേലയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ച കുറ്റത്തിന് അയാൾ അറസ്റ്റിലായി. അയാൾക്കെതിരെ 2 കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തേത് പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ നിയമങ്ങളെല്ലാം തന്നെ അയാൾ തെറ്റിച്ചു. രണ്ടാമത്തേത് കൊലപാതക ശ്രമ കുറ്റത്തിന്. രണ്ടും കൂടിയിട്ട് 30 വർഷം കഠിന തടവാണ് അയാൾക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത്, ജാമ്യമില്ലാത്ത 30 വർഷം. ക്രിസ്റ്റഫർ ജയിലിലായ ശേഷം മഖേലയും ഭർത്താവായിട്ടുള്ള ട്രാവിസും വീണ്ടും ഒന്നിക്കുകയാണ്. ഇവർ കൊടുത്ത ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഇല്ലേ, അതെല്ലാം തന്നെ രണ്ടുപേരും ക്യാൻസൽ ചെയ്തു. പൊരുത്തപ്പെട്ട് പരസ്പരം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനെന്ന് തിരിച്ചറിയാണ് മഖേല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഒന്നിച്ച് ജീവിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കേസിലെ, അത് ഐഡഹോ എന്ന പേരുള്ള സ്റ്റേറ്റിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ്. അതായത് 2-3 തവണ പ്രൊട്ടക്ഷൻ ഓർഡറിന് വേണ്ടിയിട്ട് ഇവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂള് ഇങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം അവരുടെ നിയമങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്യാണ്. അതായത് റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം മിനിമം 30 ഡേയ്സ് ഡേറ്റിംഗ് ചെയ്യണം എന്നുള്ളൊരു കാര്യമില്ലേ, അത് എടുത്ത് കളഞ്ഞിട്ട് ആരെയാണോ സ്റ്റോക്കിംഗ് ചെയ്യുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡർ മേടിക്കാം എന്നൊരു നിയമം വരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് മഖേലയുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ്. ഏകദേശം 1.5 വർഷത്തോളം മഖേല ജീവിക്കുക എന്ന് പറയുന്നത് ചത്ത് ജീവിക്കുന്നതിന് തുല്യമായിരിക്കും അല്ലേ. എപ്പോൾ മരണപ്പെടാം, അല്ലെങ്കിൽ എപ്പോൾ തന്നെ വന്ന് എന്തും ചെയ്യാം, തൻ്റെ കുട്ടികളെ വല്ലതും ചെയ്യുമോ എന്ന രീതിയിൽ പേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ. സത്യത്തിൽ ഇതൊരു വല്ലാത്തൊരു സാഹചര്യമാണ്. നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നതിലെ ചിലർക്കെങ്കിലും ഇതുപോലെ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ ചെറിയ രീതിയിലെങ്കിലും ഇങ്ങനൊരു ഫീല് വന്നിട്ടുണ്ടാവും. ആരെങ്കിലും ശല്യപ്പെടുത്തിയിട്ടുണ്ടാവും, സ്റ്റോക്കിംഗ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. നമുക്ക് ജീവിക്കണോ വേണ്ടയോ, എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയാത്തൊരവസ്ഥ. ഫൈനലി ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, നിങ്ങളോട് ഒരാൾ അധികമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ അതാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അത് ജസ്റ്റ് ബിഹേവ് മാത്രമാണ്, അയാളുടെ ക്യാരക്ടർ അതല്ല. അത് കുറേ സമയം ഇടപഴകിയാൽ മാത്രമേ അയാളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അയാൾ ജസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് അയാൾ എഴുന്നേറ്റിട്ട് കസേര നീട്ടി തരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അതിവിനയം കാണിക്കുന്നത് കൊണ്ടോ, ഒരുപാട് കാര്യങ്ങൾ മേടിച്ച് തരുന്നത് കൊണ്ടോ ഒക്കെ അയാൾ നല്ലൊരു വ്യക്തിയാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയില്ല. അയാളുടെ യഥാർത്ഥ സ്വഭാവം അയാൾ ഷോക്കേസ് ചെയ്യില്ല, അയാളുടെ ഉള്ളിലായിരിക്കും അത്. ഓക്കെ, അപ്പോൾ കരുതലോടുകൂടി മാത്രം ഒരാളോട് ഇടപഴകുക, അയാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. സോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.